കേരള സംസ്ഥാനത്തെ നിരവധി പദ്ധതികൾ അത് NRHM-ൻ്റെ ആവട്ടെ, ആശാ വർക്കേഴ്സിൻ്റെ ആകട്ടെ, അതുപോലെ തന്നെ ദേശീയപാതയുടെ ആകട്ടെ, അതുപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ ആവട്ടെ, അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ആകട്ടെ, അങ്ങനെ നൂറുകണക്കിന് പദ്ധതികൾ കേരളത്തിലുണ്ട്. PM ഉഷയുണ്ട്, അതുപോലെ തന്നെ കുടുംബശ്രീ ഉണ്ട്, തൊഴിലുറപ്പുണ്ട്, ഒരുപാട് പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ വരുന്നുണ്ട്. ഈ പദ്ധതികളുടെ പെൻഡിങ് പണം വാങ്ങുന്നതിൻ്റെ ഒരു ഡിസ്കഷനിലാണ് മുഖ്യമന്ത്രി പോയത്. അവിടെ ചെന്ന് പെൻഡിങ് പണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെയും കണ്ടു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾക്ക് SSAയുടെ പൈസ തരണം, PMCയുടെ പൈസ അല്ല ചോദിച്ചത്, ഇത് വളരെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, SSAയുടെ പൈസ തരണം എന്നാവശ്യപ്പെടുകയും SSAയിലുള്ള 1148 കോടി രൂപ 2 വർഷമായി തടഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു, നിങ്ങൾക്ക് SSAയ്ക്ക് പൈസ തരാം, പക്ഷേ നിങ്ങൾ PMശ്രീ കൂടി ഒപ്പിടണം. അപ്പോഴും ചിലപ്പോൾ മുഖ്യമന്ത്രി ഒരു 2 മനസ്സ് കാണിച്ചിരുന്നെങ്കിലും നേരത്തെ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ വളരെ സ്ലോ പ്രോസസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ കേന്ദ്രത്തിൽ പോയി പ്രധാനമന്ത്രി കണ്ടപ്പോൾ മറ്റൊരുപാട് പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു, താങ്കൾ എല്ലാ പദ്ധതികളെക്കുറിച്ച് നിർത്തിവെക്കൂ, ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയിട്ട് വരൂ.